എന്റെ പ്രിയമുള്ള സഹോദരാ, ആ അനസ് റളിയല്ലാഹു അൻഹു ജീവിതാവസാനത്തിന് മുമ്പ് പറയുന്ന ഒന്ന് രണ്ട് വർത്തമാനമുണ്ട്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ പകർപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച നിസ്കാരം, അതേ സാവധാനത്തിൽ നിസ്കരിക്കുക, അവിടുന്ന് പഠിച്ച മസലകൾ, അവിടുന്ന് പഠിച്ച പെരുമാറ്റ രീതികൾ വലിയൊരു അധ്യായം ഈ ചരിത്രത്തിൽ കാണാം. അനസ് റളിയല്ലാഹു അൻഹു പകർത്തുന്ന രീതികൾ, സുന്നത്ത് നിസ്കാരത്തിന്റെ രീതികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഓരോന്നും പകർന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതികൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ മഹാൻ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ മുഴുവനും കാരുണ്യത്തിന്റെ പ്രാർത്ഥനയ്ക്കും അവരുടെ അനുഗ്രഹത്തിനും വിധേയനായ മഹാനായ സ്വഹാബി. എന്തെല്ലാം പറഞ്ഞാലാവും അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. അതുകൊണ്ട് ഇതൊരു പഠനമല്ല, ഇതൊരു പഠനത്തിലേക്കുള്ള ഉണർച്ചയാണ്, ഒരു ഉണർത്തലാണ്. നമുക്ക് പഠിക്കാനും വായിക്കാനുമുള്ള ഒരു അധ്യായത്തിലേക്കുള്ള ആരംഭമാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനെ വായിക്കണം, അവിടുത്തെ നിവേദനങ്ങൾ, അവിടുത്തെ കർമ്മശാസ്ത്ര കുശലത, അവിടുത്തെ ഹദീസ് നിവേദനത്തിന്റെ കൻസല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു വരുമ്പോഴുള്ള ഭാവങ്ങൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്തതിന് ഫലമായി കിട്ടിയ അനുഗ്രഹത്തിന്റെ ഫലങ്ങൾ എല്ലാം അറിയുമ്പോൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മരണപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുകേശന്റെ കയ്യിലുണ്ട്, അതെന്റെ നാവിന്റെ അടിയിൽ വെച്ചു തരണേ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ നാവിന്റെ അടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുകേശം വെച്ചു തരണേ. അവിടുന്ന് തന്ന ചെറിയൊരു വഴിയുണ്ട്, അതെന്നെ മാറനോട് ചേർന്ന സ്ഥലത്ത് കസമ്പിടകൾക്കുള്ളിൽ വെക്കണേ. ഇതെല്ലാം പറഞ്ഞിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ബസറയിൽ നിന്നും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ശരീഫിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാഗം അവിടെയുണ്ടല്ലോ, ആ ഖബറിന്റെ ഉള്ളിൽ ഹബീബിന്റെ ഒരു ഭാഗം അവിടെയുണ്ട്. ആ ഖബറിന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശവമുണ്ട്. അവിടുന്ന് കൊടുത്ത ചെറിയ വഴിയുണ്ട്, അവൻ മാറത്തോട് ചേർത്ത് വെച്ച് അനസ് റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്. ആ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയും, യാ റസൂലല്ലാഹ് അന ഹുവൈദിമുക ഉനൈർ, അന ഹുവൈദിമുക ഉനൈർ, അന ഹുവൈദിമുക ഉനൈർ. ഓ നബിയേ, ഞാനവിടുത്തെ കൊച്ചു സേവകനായ കുഞ്ഞനസാണ് നബിയേ, അവിടുത്തെ കൊച്ചു സേവകനായ കുഞ്ഞനസാണ് നബിയേ, അവിടുത്തെ കൊച്ചു സേവകനായ കുഞ്ഞനസാണ് നബിയേ എന്ന് പറഞ്ഞ് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുമെന്ന് പറയുന്നു. എന്റെ സദസ്സിലുള്ള മുഅ്മിനീങ്ങളെ, ഇത് വെള്ളിയാഴ്ച മാസമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർന്ന് കിടന്ന അനസ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞതിന്റെ ബറക്കത്തുകൊണ്ട് ഈ സദസ്സിൽ പങ്കെടുത്ത നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരുപാട് തവണ റസൂലുള്ളാഹിനെ കാണാൻ സാധുക്കളായ നിങ്ങൾക്ക്
ഭാഗ്യം നൽകണേ റഹ്മാനേ. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കി, ഹബീബായ നിങ്ങളുടെ അടുക്കൽ ചെന്നാൽ എനിക്ക് എവിടെയാണ് സ്ഥാനം, നമുക്ക് എവിടെയാണ് സ്ഥാനം? ശുദ്ധിയുള്ള കൃതങ്ങളുടെ അടുത്തിരുന്ന മാറിത്തരൂല്ല. എടുത്ത് ഞാനെന്ന് എടുത്തു വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ മഹാനായ നിങ്ങൾ മാറിത്തരൂല്ല. നിങ്ങളുടെ വിരിപ്പ് ഞാനെന്ന് വിരിച്ചു കൊടുത്തോട്ടെ, അനുസരണയുള്ള മാറിത്തരുമോ? നിങ്ങൾക്ക് വെറുളം ഞാൻ എടുത്തു കൊടുത്തോട്ടെ, എന്ന് മാറിത്തരുമോ? ആ സംഭവത്തിന് അനുസരണയുള്ള സാക്ഷിയാണ് ചരിത്രം പറയുന്നുണ്ട്. എന്ന് മാറിത്തരൂല. ഹബീബായ നിങ്ങളെ കാണാൻ വന്നവരെ ഞാനൊന്ന് വിളിച്ചോട്ടെ, ബിലാൽ റളിയല്ലാഹു അൻഹു മാറിത്തരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെക്യൂരിറ്റിമാരെ പോലെ അവരുടെ കൂട്ടത്തിൽ ഞാനൊന്ന് നിന്നോട്ടെ, ഉമർ റളിയല്ലാഹു അൻഹു മാറിത്തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ചൊല്ലിക്കോട്ടെ. ഹസ്സാൻ സാധിച്ചതങ്ങൾ മാറിത്തരുമോ? ബറാഇബിന് മാലിക്കതങ്ങൾ മാറിത്തരുമോ? ഇങ്ങനെ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിസ്വാക്ക് ഞാനൊന്ന് എടുത്തു കൊടുത്തോട്ടെ. ഇല്ല ഇല്ല, ഇതിന് മസ്ഊദ് തങ്ങൾ മാറിത്തരുമോ? ഇങ്ങനെ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്ത് ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും ഒരവസരമില്ല. അഹ്ലുബൈത്തവരെ മക്കളാണെന്ന് പറഞ്ഞു ചൊല്ലുമ്പോൾ, പേരമക്കൾ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ആ പേരക്കുട്ടികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിക്കുമ്പോ ഇവിടുത്തെ സാദാത്തുക്കൾ ഇൻഷാ അല്ലാഹ് ഹബീബിന്റെ ചാരത്തേക്ക് ചെല്ലുമ്പോ അവരുടെ കാൽക്കൽ തൂങ്ങിലും ഞങ്ങൾക്കും അവിടെ ആശയുണ്ട് റബ്ബേ. ഞങ്ങളെ കൈവിട്ടുകളല്ലേ റഹ്മാനേ. കൽബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണം റഹ്മാനേ. ജീവിതാവസാനം വരെ റസൂലുള്ളാഹിന്റെ മദഹ് പറയാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനേ. നിങ്ങളുടെ കയ്യിലായുള്ള സ്വത്ത് അഹ്ലുബൈത്തിനോടുള്ള മഹബ്ബത്താൽ ഇമാമുൽ ശാഫഈ തങ്ങൾ മിനായിൽ നിന്ന് വിളിച്ചു പറഞ്ഞതുപോലെ മിനയിൽ നിന്ന് എല്ലാവരും തസ്ബീഹും തക്ബീറും ചെല്ലുമ്പോൾ മഹാനായ ഇമാമുൽ ശാഫഈ തങ്ങൾ വിളിച്ചത് അഹ്ലുബൈത്തിനെയാണെന്ന് ഇമാം സുബ്ഹൂരി രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരായ ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, അതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലുബൈത്തിനെ സംബന്ധിച്ച് അവരോട് ചേർന്ന് നാളെ ഹബീബിലേക്ക് ചേരാൻ ഈ മജ്‌ലിസ് ഞങ്ങൾക്കൊരു കാരണമാക്കണേ റഹ്മാനേ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് രംഗങ്ങൾക്ക് സാക്ഷിയായി എന്നെ പറഞ്ഞാൽ ഇവിടെ തീരൂല. അതിലൊരു രംഗമാണ് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, മതസ്ഥാഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി,
എന്താണ് എന്താ മോനെ ഒരുക്കി വെച്ചത്? ഖിയാമത്ത് നാളെ പ്രസംഗിക്കുമ്പോൾ അതിന്റെ പിന്നാലെ ഓടിപ്പോകാനല്ല. നിന്റെ അജണ്ട ഖിയാമത്ത് എപ്പോഴാണെന്ന് അറിയലല്ല, എപ്പോഴായാലും രക്ഷപ്പെടാനെന്തുണ്ടെന്ന് ചിന്തിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തിരുത്തിയതല്ലേ? അവിടെ വിശദമായി ഞാൻ കടക്കുകയല്ല. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടത്തോട് പറഞ്ഞ മറുപടി എന്റെ കയ്യിൽ വലിയ നിസ്കാരവും നോമ്പൊന്നുമില്ല. അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ടെന്നല്ലാതെ അതിന്റെ ഭാഗമായി അഹ്ലുൽ ബൈത്തിനെ ഇഷ്ടം വെക്കുന്നു എന്നല്ലാതെ നമ്മുടെ കയ്യിലൊന്നുമില്ല. അല്ലാഹുവേ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് ഇൽമു നൽകണേ അല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് ഹബീബിലേക്ക് മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സ്വലാത്തിന് പുറമെയുടെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപന പ്രസ്ഥാനങ്ങളും സാധുക്കളായ ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളും എല്ലാം ഹബീബിന് മഹബ്ബത്തുള്ളതാക്കണേ അല്ലാഹ്. ആഖിറത്തിൽ ഹബീബിന് മുമ്പിൽ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ വീട്ടിൽ ഞങ്ങൾ ചെയ്ത ചെറിയ ഖിദ്മത്ത് എന്ന നിലയ്ക്ക് മഖബൂലായ നിലയ്ക്ക് മുമ്പിൽ വെക്കാൻ മർക്കസും മഅദിനും മജ്മഉകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഈ മദീനയിലേക്ക് സമർപ്പിക്കണം. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഒരു കാണിക്കയായി വെക്കണം. ഞാനിതൊന്നും പറയാനുള്ള ആളല്ല, ഞാനത് ചെറിയൊന്ന് പറഞ്ഞതാണ്. നിങ്ങളെല്ലാവരും ഈ നിമിഷം നീ മരിച്ചാൽ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും പരാതിയില്ല. എന്നാലും നിങ്ങൾക്ക് അവിടുത്തെ നോട്ടം തടസ്സപ്പെടുത്തിക്കളെ ഒരുപാട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെ കാണാൻ അവിടുത്തേക്ക് ചേരാൻ സാധുക്കളായ നിങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ നമ്മുടെ മജ്‌ലിസുകളിൽ പങ്കെടുത്ത സീഡികൾ കേൾക്കുന്ന ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് സഹോദരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെ കണ്ട സന്തോഷങ്ങൾ അറിയിച്ചവരുണ്ട്. അവർക്കും ഞങ്ങൾക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾക്ക് വിസാരം നൽകണം റഹ്മാനേ. ഇപ്പോൾ ഞാൻ വീട്ടിൽ സംസാരിച്ചു പോകുന്നത് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ആ പ്രഭാവമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.